മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനുമായുള്ള ഉന്നത ബാന്ധവം പുറം ലോകം അറിയുകയാണ്. കാരണം പി ശശിക്ക് കൃത്യമായും മാഫിയ സംഘങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം അതിശക്തമായിരുന്നു. നേരത്തെ PV അൻവർ ഗുരുതര ആരോപണങ്ങളാണ് പി ശശിക്കെതിരെ ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. എല്ലാ തരത്തിലുള്ള അഴിമതി ഇടപെടലുകളും പി ശശി തന്നെയാണ് നടത്തുന്നതെന്ന അൻവറിന്റെ ഗുരുതരമായ ആരോപണം അത് CPIM ഇതുവരെയും ഖണ്ഡിച്ചിട്ടില്ല. ഇപ്പോൾ പി ശശിയും അരുൺ കെ വിജയനും തമ്മിലുള്ള ബാന്ധവം പുറം ലോകം അറിയുന്നു. അതായത് ഗീത IAS കൃത്യമായും റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ വലിയ തോതിൽ ഭൂമാഫിയകളുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള ആരോപണം, ഗുരുതരമായ ആരോപണമായിരുന്നു ഉന്നയിക്കപ്പെട്ടിരുന്നത്. നവീൻ ബാബു കൊല്ലപ്പെട്ടത് തന്നെ എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഭാര്യയായ മഞ്ജുഷ. അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ലെന്ന് തനിക്ക് 100% ഉറപ്പുണ്ട് എന്നാണ് മഞ്ജുഷ SIPക്ക് നൽകിയിരിക്കുന്ന മൊഴി. അതിനെ അടിസ്ഥാനപ്പെടുത്തി യാതൊരു രീതിയിലുള്ള അന്വേഷണവും നടത്തുന്നില്ല. അതായത് മരണം സംഭവിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് പ്രഹസനം എന്ന രീതിയിൽ മൊഴി രേഖപ്പെടുത്താനായി പത്തനംതിട്ടയിലെ മലയാലപ്പുഴയിലെ നവീൻ ബാബുവിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. സംഭവം നടന്നിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ചോ മഞ്ജുഷയുടെ മൊഴിയെക്കുറിച്ചോ യാതൊരു രീതിയിലുള്ള വിശദീകരണവും നൽകിയില്ല. അതായത് സർക്കാരിന് വേണ്ടി കൃത്യമായി പ്രോസിക്യൂഷൻ ഒത്തുകളിക്കുകയായിരുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മഞ്ജുഷയുടെ അഭിഭാഷകനായി അഡ്വക്കേറ്റ് ജോൺ റാൽഫ് തലശ്ശേരി സെഷൻസ് കോടതിയിൽ 11 ചോദ്യങ്ങൾ കൊടുത്തു. നീതിപീഠം നീതി നിഷേധിക്കുന്ന സാഹചര്യമാണോ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന വലിയ ചോദ്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ പി ശശിയും അരുൺ കെ വിജയനുമായിട്ടുള്ള ബന്ധം, അത് ഗോപ്യമായി വെച്ചിരുന്ന ബന്ധം കൂടി പുറത്തു വരുന്നു. അതായത് PP ദീപിക്കും പി ശശിക്കും ഒപ്പം കൃത്യമായി അരുൺ കെ വിജയനും ഈ പറയുന്ന മാഫിയ സംഘങ്ങളുമായി നല്ല രീതിയിൽ ബാന്ധവം ഉണ്ടായിരുന്നു എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അതിനെതിരെ യാതൊരുവിധ അന്വേഷണവും നടക്കുന്നില്ല. അതിനെതിരെ പോലീസ് നിഷ്ക്രിയരായി നിൽക്കുകയാണ്. അതായത് പോലീസ് എല്ലാ തരത്തിലും ഈ ശശിക്കും PP ദീപിക്കും വേണ്ടി, അവർക്ക് വേണ്ടി മാത്രം എല്ലാ തരത്തിലും ഫേവറബിളായ സിറ്റുവേഷൻ ഒരുക്കാൻ കാത്തിരിക്കുകയാണ് എന്ന് വ്യക്തം. ഇതെന്തൊരു നാടാണ് എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഈ നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പോലും കഴിയുന്നില്ലേ എന്ന വലിയ ചോദ്യം. കാരണം മഞ്ജുഷയ്ക്ക് നീതി ലഭിക്കണമെങ്കിൽ, മഞ്ജുഷയുടെ പരാതി അന്വേഷിക്കണമെങ്കിൽ വ്യക്തമായും കേന്ദ്ര അന്വേഷണ ഏജൻസി വരണം. നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്തിയാൽ മാത്രമേ കൃത്യമായും മഞ്ജുഷയുടെ ആരോപണങ്ങൾ സ്ഥിരീകരിക്കാനും അതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണവും നടക്കുകയുള്ളൂ. സംഭവം നടന്നപ്പോൾ തന്നെ നവീൻ ബാബു മരിച്ച നിലയിൽ കണ്ടെത്തിയതിനു ശേഷം അദ്ദേഹത്തിനെ തിടുക്കത്തിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യിപ്പിച്ചത് എന്ത് കാര്യത്തിനായിരുന്നു? അതിലും വ്യക്തത വരുത്തേണ്ടതായി ഉണ്ട്. അതിനകത്ത് ഗൂഢമായിട്ടുള്ള ഒരു കളി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതിനകത്ത് നടത്തിയ ഗൂഢശ്രമങ്ങൾ എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. അത് നവീൻ ബാബുവിൻ്റെ സഹോദരൻ തന്നെ കൃത്യമായി കൊടുത്തിരിക്കുന്ന മൊഴിയിലുണ്ട്. വലിയ രീതിയിലുള്ള അട്ടിമറി നടത്തി എന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ കൃത്യമായി കൊടുത്തിരിക്കുന്നത്. വലിയ തിടുക്കമാണ് നടത്തിയത്. അട്ടിമറി ഒന്നും നടക്കില്ല എന്ന ആ വാക്ക് സ്പെസിഫിക്കായി പറഞ്ഞത് എന്തിനാണ്? അട്ടിമറി ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ ആ വാക്ക് എന്തുകൊണ്ട് ആ സാഹചര്യത്തിൽ ഉപയോഗിച്ചു? അതിൽ തന്നെ ദുരൂഹത ഏറി വരികയാണ്.